ഇതൊരു ഞായറാഴ്ച ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഒരാഴ്ച ആവാറായി എടുത്തു വെച്ചിട്ട്, പക്ഷേ എഡിറ്റ് ചെയ്യാൻ മടിയുള്ളത് കൊണ്ട് ഇടാതിരിക്കുകയായിരുന്നു കേട്ടോ. എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് ഞാൻ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോഴുണ്ട് അച്ഛമ്മയും മക്കളും കൂടിയിട്ട് ചോറും കറിയും വെച്ച് കളിക്കണം കേട്ടോ. എൻ്റെ വാവച്ചി കുറേ ദിവസമായിട്ട് പറയണു ചോറും കറിയും വെച്ച് കളിക്കണമെന്ന്. പക്ഷേ എന്താ, അവൾക്ക് ശരിക്കുള്ള ചോറും കറിയും തന്നെ വെക്കണം. ഞങ്ങൾ പറഞ്ഞു ഇലകളും മണ്ണും അതൊക്കെ എടുത്തിട്ട് വെച്ചാൽ മതി, അങ്ങനെയാണ് കുട്ടികൾ കളിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ സമ്മതിച്ചില്ലേ. അവൾക്ക് ചോറും കറിയും തന്നെ വെച്ച് കളിക്കണം. അപ്പോൾ സ്കൂളില്ലാത്ത ഓരോ ശനിയും ഞായറും വരുമ്പോഴും അവളിങ്ങനെ പറയും. പക്ഷേ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാവും കേട്ടോ, അത് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ മഴ, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോവാൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ സ്കിപ്പടിച്ച് പോവുമായിരുന്നു. അപ്പോൾ ഈ ഞായറാഴ്ച വേറെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല, എല്ലാം അവൾക്ക് അനുകൂലമായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതേ ചോറൊക്കെ വെച്ച് വാർത്ത് വെച്ച് ഇത് ഉപ്പേരി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഉപ്പേരി കണ്ടിട്ടാണ് വെക്കണേ. അതൊക്കെ വെച്ചു. കുറേ അടുപ്പൊക്കെ ഇടും, കുറേ കത്തിക്കും, കുറേ അവിടെ നിന്ന് അവൾക്ക് ഇത് കണ്ണിലേക്ക് പുക തട്ടിയിട്ട് കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വരാൻ തുടങ്ങിയിട്ടാ. എന്നാലും വിട്ടു കൊടുത്തില്ല. അതുണ്ടാക്കി അത് കഴിച്ചിട്ട് തന്നെ ഇന്ന് കാര്യമുള്ളൂ എന്നാ. എന്നിട്ട് അതൊക്കെ ഉണ്ടാക്കി ചോറൊക്കെ കഴിച്ച്, ആ ചോറാണ് കേട്ടോ ഇന്ന് പിള്ളേർ രണ്ടാളും ആ ചോറും കറിയാണ് കേട്ടോ കഴിച്ചത്. ഇപ്പോഴും ഇങ്ങനെയൊക്കെ കളിക്കാൻ ഇഷ്ടമുള്ള പിള്ളേരുണ്ടോയെന്നറിയില്ല കേട്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, പിള്ളേർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അടുപ്പ് കത്തിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്ത് കൊടുക്കാതിരിക്കുക. അങ്ങനെ കളിക്കുന്നതിന് കുഴപ്പമില്ല, എപ്പോഴും നമ്മൾ വലിയ ആൾക്കാർ കൂടെ ഉണ്ടാവണം കേട്ടോ. അല്ലാതെ ഒന്നും ഇങ്ങനത്തെ കളികളൊന്നും കളിപ്പിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ അവരുടെ വാശി കാരണം കൊണ്ടാണ്. കളിക്കുന്നതൊക്കെ നല്ലതാണ്, ഫോണിൻ്റെ ഉപയോഗമൊക്കെ ഒന്ന് ഇത്തിരി കുറച്ച് ഇങ്ങനെ കളിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ ഒറ്റയ്ക്കാകുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്തു കൊടുക്കാതിരിക്കുക എല്ലാ പേരൻസും. ഇതേ ചോറൊക്കെ വാർത്ത് ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഈ ചോറാണ് രണ്ടാളും കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്ന്. അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ ഉരുളക്കിഴങ്ങ് ഉപ്പേരി വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാത്ത ആളാണ് കേട്ടോ. സ്വയം വെച്ചപ്പോൾ അവൾക്കത് ഭയങ്കര ടേസ്റ്റ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ എൻ്റെ റൂമിലേക്ക് വന്നു കേട്ടോ. എന്നിട്ട് കുറച്ച് അസൈൻമെൻറ്റ്സൊക്കെ എഴുതാനുണ്ടായിരുന്നു. ഞാൻ ഡിസ്റ്റൻസായിട്ട് ഡിഗ്രി ചെയ്യുന്നുണ്ടേ. അപ്പോൾ അതിൻ്റെ കുറച്ച് അസൈൻമെൻറ്റ്സ് എഴുതാനുണ്ടായിരുന്നു. കുറച്ച് നേരം അസൈൻമെൻറ്റൊക്കെ എഴുതി, ഡ്രസ്സൊക്കെ മടക്കി വയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മടക്കി വെച്ച് ഇത്തിരി നേരം ഉറങ്ങിയിട്ടാ. ഉറങ്ങിയിട്ട് നല്ല മഴ വരും. അസൈൻമെൻറ്റ് എഴുതാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല മഴ വരാനുള്ള ടൈമായിരുന്നു. അപ്പോൾ പിന്നെ നല്ല ഉറക്കമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അസൈൻമെൻറ്റ് എഴുതാൻ ഒട്ടും മൂടുണ്ടായിരുന്നില്ല കേട്ടോ. മൂടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അടുത്ത മാസം, അതായത് ജൂലൈ 5-ാം തീയതി അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം. ഓൺലൈൻ വഴിയാണ് കേട്ടോ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ കുറച്ച് നേരം അസൈൻമെൻറ്റൊക്കെ എഴുതി നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കി എണീറ്റ് വന്ന് ചായയൊക്കെ വെച്ച്